അയാളെ കണ്ടപ്പോ ഒരു രോഗിയാണെന്ന് തോന്നിയില്ല. വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിച്ചത്. ആയിരിക്കുന്ന ജെയിംസിനെ കുറിച്ച് ഞാൻ ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ട്. ഇല്ല ഡോക്ടർ. സ്വന്തം അച്ഛൻ, അമ്മ, കൂടപ്പിറപ്പുകൾ എല്ലാവരും ചേർന്നാണ് ജെയിംസിനെ ഈ നിലയിലാക്കിയത്. 19 വർഷം വിദേശത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ജെയിംസിന്റെ സമ്പാദ്യമല്ല അവർ വീതിച്ചെടുത്ത് ജെയിംസിനെ ചണ്ടി പോലെ വലിച്ചത്. വിശ്വാസവഞ്ചനയാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദുഃഖിപ്പിക്കുന്ന സത്യം ജെയിംസിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനിടെ മറ്റൊന്നുകൂടി ഉണ്ടായി. ജെയിംസ് ഇവിടെ വന്ന് 2 മാസം കഴിയുന്നതിന് മുമ്പ് അയാളുടെ ഭാര്യ സൂയിസൈഡ് ചെയ്തു. അത് ജെയിംസിന് അറിയില്ല. പാവൻ ജെയിംസ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ജെയിംസിനെ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കുന്നത്? പുതിയ നഷ്ടങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് അയാളെ സങ്കടപ്പെടുത്താനോ? ഈ ജീവിതത്തിനിടയിൽ ഇതുപോലെ മനസ്സ് നോക്കുന്ന എത്രയോ കഥകളുമായി ഒട്ടേറെ പേർ എന്റെ കൺമുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. എനിക്ക് ദീപക്കിനോട് ഒന്നേ പറയാനുള്ളൂ, അടുത്ത നിമിഷം ഒരു ദുരന്തം സംഭവിച്ചേക്കാം. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് നിർത്തുക. അതേ നിവൃത്തി.